എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കരിവളിയും കൺമിഷിയും. പതിവ് തെറ്റാതെ നമ്മൾ ഇന്ന് ആയുർവേദത്തിലൂടെയും ഒപ്പം പരമ്പരാഗത ചികിത്സാ രീതിയിലൂടെയും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചത് മൈഗ്രെയിനെ കുറിച്ചും ഒപ്പം ഉറക്കക്കുറവിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചിരുന്നത്. പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിത രീതിയുടെ ഒരു തുടർച്ചയെന്ന വണ്ണമായിരിക്കും ഈ ഉറക്കക്കുറവ് നമുക്ക് വലിയ പ്രശ്നമായി വരുന്നത്. ഏതായാലും ഇതിനെ കുറിച്ചൊക്കെ പല രോഗങ്ങളുടെയും ഒരു സിംറ്റം എന്ന രീതിയിലും ഉറക്കക്കുറവ് നമുക്ക് കാണാറുണ്ട്. പല ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തരാറുമുണ്ട് ഉറക്കക്കുറവ് വരുമ്പോൾ ശ്രദ്ധിക്കുക എന്നൊക്കെ. ഏതായാലും ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ ഇന്ന് പറഞ്ഞു തരാൻ അതിഥിയെ എത്തിയിരിക്കുന്നത് ഓറോ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റ് മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ ദിനേശ് കുട്ടിയാണ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചതുപോലെ തന്നെ മൈഗ്രെയിനെ തുടർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മൈഗ്രെയിനുമായിട്ട് എടുത്തു പറയാവുന്ന കണക്ട് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്ക് പല ഡോക്ടേഴ്സും പലപ്പോഴും പല ചികിത്സയുടെയും ഭാഗമായിട്ട് പറയുന്നതാണ് ഉറക്കക്കുറവ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് പല രോഗങ്ങളുടെയും കാരണമായിരിക്കാം ചില സമയങ്ങളിൽ. പിന്നെ പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയുടെയും ഭാഗമായിട്ട് നമുക്ക് ഉറക്കക്കുറവ്, സ്ട്രെസ് കൂടുതലായിട്ട് വരുമ്പോഴും ടെൻഷൻ കൂടുതലായിട്ട് വരുമ്പോഴും നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഡോക്ടർ, ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണ് ശരിക്കും? ഉറക്കക്കുറവ് ഇപ്പോൾ ചാന്ദ്രൻ പറഞ്ഞപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന സൂചികയാണ് ഉറക്കക്കുറവ്. അപ്പോൾ നമ്മൾ മൈഗ്രെയിനുമായി മാത്രം ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമല്ല ഉറക്കക്കുറവ്, അഥവാ ഇൻസോംനിയ എന്നാണ് ഇതിന് ആംഗലേയ പരിഭാഷ. ഉറക്കക്കുറവ് എന്നുള്ളത് അത് ആപേക്ഷികമായ ഒരു പദമാണ്. കാരണം ഒരാൾക്ക് എന്തുമാത്രം ഉറക്കം വേണം, അതുമല്ലെങ്കിൽ എത്ര സമയം ഒരാൾ ഉറങ്ങണം എന്നുള്ളതിന് നമുക്ക് അച്ചടിച്ച് ഒരു പ്രത്യേക ഒരു കാര്യം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എങ്കിൽ തന്നെ ഒന്ന് ജനറലൈസ്ഡ് ആയിട്ട് നാം പറയുകയാണെങ്കിൽ, ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് 30 മിനിറ്റിൽ അധികം സമയം എടുക്കുന്നുവെങ്കിൽ, അതായത് നമ്മൾ ഉറക്കക്കുറവ് എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം, എങ്കിലാണ് ഉറക്കക്കുറവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് 30 മിനിറ്റെങ്കിലും സമയം, അതിൽ കൂടുതൽ ഒരാൾക്ക് ഉറങ്ങാനായിട്ട് സമയം എടുക്കുന്നുവെങ്കിൽ, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വേണ്ടത്ര ഉറക്കം ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ, അതായത് ഉറക്കക്കുറവ് എന്നുള്ളത് ചില ദിവസങ്ങളിൽ ആർക്കും സംഭവിക്കാം, പക്ഷേ ഇത് ആഴ്ചയിൽ 3-4 ദിവസം ഉണ്ടാകുന്നു, അടിക്കടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ട ഒരു അവസ്ഥയായിട്ട് ഈ ഒരു ഉറക്കക്കുറവിനെ നാം കാണേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ ചാന്ദ്രൻ പറഞ്ഞ ഒരു വിഷയം, അതായത് പല രോഗങ്ങളുടെയും അനുബന്ധമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാം, വേദനകളുണ്ടെങ്കിൽ, ഇപ്പോൾ നടുവേദനയായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുരുവോ വന്ന് അതിൽ നിന്നുണ്ടാകുന്ന വേദനയായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഉറക്കക്കുറവാകട്ടെ, എന്തിനാണെങ്കിലും ഉറക്കക്കുറവ് വല്ലാത്ത രീതിയിൽ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഉറക്കക്കുറവിനെ നമുക്ക് 2-3 രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒന്ന്, ഉറങ്ങാനായി കിടന്നു കഴിഞ്ഞാലും കുറെ സമയം എടുക്കുക ഉറങ്ങാനായിട്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ഉറക്കമെല്ലാം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴി വീഴുമെങ്കിലും ഇവർക്ക് പലപ്പോഴും ഈ ഉറക്കം നിലനിർത്താൻ സാധിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അടിക്കടി ഉണരുക. അപ്പോൾ ഈ മെഡിക്കൽ കണ്ടീഷൻസ് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ എല്ലാം ഉള്ളവർക്കാണെങ്കിൽ മൂത്രം ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുന്നു, ഇതിന്റെ ഭാഗമായിട്ട് രാത്രിയിൽ അടിക്കടി എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ ചില മെഡിക്കൽ കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും ഉറക്കം മുറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഇനി മറ്റു ചിലർക്ക് ഈ ഉറക്കം മുറിയുക എന്ന അവസ്ഥയേക്കാൾ പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു ഡീപ് സ്ലീപ്പ് അനുഭവപ്പെടുന്നില്ല. പലരും പറയും, ഞാൻ 8 മണിക്കൂർ ബെഡിൽ കിടന്നു, പക്ഷേ എനിക്ക് വേണ്ട രീതിയിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാലും എനിക്ക് നല്ല രീതിയിൽ ഒരു വിശ്രമാവസ്ഥ തോന്നുന്നില്ല. കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരാൾ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണം, ഇത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും നമുക്കിതിനെ ഉറക്കക്കുറവ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഈ 3 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറെ കാലമായി നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ഇനി എന്താണ് പലരും ചിന്തിക്കുന്നത് പോലെ ഉറക്കക്കുറവ് എന്നുള്ളത് കേവലം ഉറങ്ങിയില്ല, രാവിലെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു എന്നത് മാത്രമല്ല, ഇത് ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് മാറാം. കാരണം ഓഫീസ് ഗോയേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, ഡ്രൈവ് ചെയ്ത് വേണം, ഇവിടെ UAE-ലെല്ലാം ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഡ്രൈവ് ചെയ്തെല്ലാമാണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ പലപ്പോഴും
ഈ ഉറക്കക്കുറവ് അപകടങ്ങൾക്ക് വഴിതെളിക്കാം. കാരണം നമ്മുടെ റിയാക്ഷൻ ടൈമിംഗ് എന്ന് പറയും. അതായത് ഒരു പ്രത്യേക കാറ് ഓടിച്ചു പോകുന്നു, ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടം വരുന്നു. അതായത് പെട്ടെന്നെതിരെ ഒരു കാർ വന്നു, അതുമല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സിഗ്നലിൽ കുറുകെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സ്വാഭാവികമായും കാലും കൈയും ശിരസും നമ്മളുടെ മസ്തിഷ്കവും എല്ലാം കൂടിച്ചേർന്ന ഒരു പ്രത്യേക റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയം, അതായത് വേണ്ട രീതിയിൽ അപകടങ്ങളിൽ നിന്ന് മാറുവാനുള്ള ഒരു മാനസിക നിലയിൽ ഒരാൾക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. രണ്ട്, ഇതേപോലെ തന്നെ ഉറക്കക്കുറവിന്റെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ വേണ്ടത്ര രീതിയിൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുക, വേണ്ട രീതിയിൽ സ്വന്തം ജോലിയിൽ ശ്രദ്ധ വേണ്ട രീതിയിൽ ചെലുത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇത് കൂടാതെ നിരന്തരമായിട്ടുള്ള ഈ ഉറക്കക്കുറവ്, അതുമല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് പലപ്പോഴും നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ കുറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്, നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ. അതുകൊണ്ട് തന്നെ സാധാരണമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്ന കോൾഡ്, കോഫ്, അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള പനികൾ, ചെറിയ ചെറിയ മറ്റ് രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ഉറക്കക്കുറവ് സ്ഥിരമായിട്ട് നിലനിന്നാൽ ഒരാൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉറക്കക്കുറവ് യഥാർത്ഥത്തിൽ പലരും ചിന്തിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിഷയമല്ല. ദീർഘകാലമായി നമ്മളെ അലട്ടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു വൈദ്യോപദേശം തേടേണ്ടതുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗിക്ക്, ഡയബറ്റിക്കിന് ഈ ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഉറക്കക്കുറവ് പ്രമേഹ രോഗത്തിനോട് മാത്രം അനുബന്ധിച്ച് നമുക്കതിനെ പറയാൻ സാധിക്കുകയില്ല. ഉറക്കക്കുറവ് എന്നുള്ളത് ഇപ്പോൾ ഡയബറ്റിക് രോഗികളുടെ പല സിംറ്റംസിൽ ഒന്നായിട്ട് പോലും നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഉറക്കക്കുറവ് എന്ന ഒരു അവസ്ഥയുള്ള ഒരാൾക്ക് ഡയബറ്റിസ് കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ കാഠിന്യം കൂട്ടാനായിട്ട് ഈ പറഞ്ഞ ഡയബറ്റിസ് കാരണമാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിസിന് 3 പ്രധാന ലക്ഷണങ്ങളാണ് നമുക്കിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് അമിതമായിട്ട് ഉള്ള ദാഹം, അതുപോലെ തന്നെ അമിതമായിട്ട് ഉള്ള മൂത്രം, അതേപോലെ തന്നെ അമിതമായ വിശപ്പ്. ഇതെല്ലാമാണ് ഡയബറ്റീസിന്റെ പ്രധാന സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഈ അമിതമായിട്ട് മൂത്രം ഉണ്ടാകുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വിസർജനത്തിനായിട്ട് എഴുന്നേൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉറക്കം മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് രോഗികൾക്ക് ഉറക്കക്കുറവിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രേക്ഷകർക്കും ഈ ഒരു ഉറക്കക്കുറവ് എന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആയുർവേദപരമായി ഒപ്പം പാരമ്പര്യ ചികിത്സാ വിധികൾ, പാരമ്പര്യ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഈ ഉറക്കക്കുറവ് എന്നുള്ള ഒരു രോഗ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ശാരീരിക വിഷമത്തിന് എന്തെങ്കിലും സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഡോക്ടറുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. വിളിക്കാൻ നമ്പർ 052-946-2343 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, ഉറക്കക്കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം, അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം, ഈ അവസ്ഥയിൽ നിന്ന്, ഉറക്കക്കുറവ് എന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതികളാണ് നമ്മൾ പിന്തുടരേണ്ടത്, ഇതൊക്കെ ഡോക്ടർ വളരെ വ്യക്തമായി തന്നെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പ്രേക്ഷകരും ഇപ്പോൾ പങ്കെടുക്കാം. പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വിളിച്ചാൽ ഡോക്ടർ അതിനുള്ള മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഈ എന്തെങ്കിലും ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അസുഖത്തിന്റെ ആദ്യത്തെ ഒരു ലക്ഷണമായിട്ട് ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെയാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. ഈ ഉറക്കക്കുറവിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരല്പം കുറച്ചു നാളായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാവുകയും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസ് പലതും ഉറവിലേക്ക് വഴിതെളിക്കാറുണ്ട്. ഇതിൽ സാധാരണമായിട്ട് നാം കാണുന്നത് വേദനകൾ, ഉദാഹരണത്തിന് നടുവേദനയായിക്കൊള്ളട്ടെ, കഴുത്ത് വേദന ആയിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത മൈഗ്രെയിൻ, ഹെഡേക്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ. നമുക്കറിയാം വേദനകൾ, ഏത് തരത്തിലുള്ള വേദനകൾ ശരീരത്തിൽ നിലനിൽക്കുമ്പോഴും നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുകയില്ല. എന്തിനു പറയുന്നു, ഒരു ചെറിയൊരു കുരു പഴുത്ത് ഇരിക്കുന്ന അവസ്ഥ, അതിന്റെ വേദന ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മെഡിക്കൽ കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഇതുള്ളവർക്ക് പലപ്പോഴും ഉറക്കക്കുറവ് അതിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, നമുക്കറിയാം
ആസ്തമ പലപ്പോഴും രാത്രിയിലാണ് ഈ ആസ്തമയുടെ പ്രശ്നമുള്ളവർ ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ശ്വാസം എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റാണ് ഇവർക്ക് പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആസ്തമയുടെ അതുമല്ലെങ്കിൽ മറ്റ് ചില ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഈ രീതിയിൽ ഉറക്കക്കുറവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കം മുറിയുന്ന ഒരു അവസ്ഥ ഈ ഹെൽത്ത് കണ്ടീഷൻ കാരണം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ഉറക്കം ഇപ്പൊ നമ്മൾ സംസാരിച്ചു ഉറക്കം മുറിഞ്ഞു പോകുന്ന അവസ്ഥ, അതായത് നല്ല കണ്ടിന്യൂറ്റി ആയിട്ട് ഉറക്കം കിട്ടുന്നില്ല അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ടിവിയുടെ ശബ്ദം നന്നായിട്ട് കുറയ്ക്കും. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമെങ്കിൽ. ഹലോ, കോള് കട്ടായിരിക്കുന്നു. വിളിക്കുന്നവർ ദയവേത് ടിവിയുടെ ശബ്ദം നന്നായിട്ട് കുറയ്ക്കുക. ടെലിഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി ഉറക്കം മുറിയുന്ന അവസ്ഥയായിരുന്നു. കാരണം നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, മുറിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അത് ഡോക്ടർ പറഞ്ഞ ആസ്മയോ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാം, ഈ ഉറക്കക്കുറവിന്റെ പ്രശ്നം വരാം, ഉറക്കം മുറിഞ്ഞു പോകുന്ന അവസ്ഥ. ഇനി ഉറക്കക്കുറവെന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്നു 10 മണിക്ക് കിടക്കുന്നു എങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് ഒരു പക്ഷേ 12 മണിയോ 2 മണിയോ ഒക്കെ ആയിരിക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയം 2-3 മണിക്കൂറായിരിക്കാം. ഇത് നമുക്കൊരു രോഗലക്ഷണമാണോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഉറക്കക്കുറവ് എന്നുള്ളത് ഇത് ഒരു ചാക്രികമായിട്ട് അതുമല്ലെങ്കിൽ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പാറ്റേൺ ഇതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാന്ദിനി പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ തിരിഞ്ഞും മറിഞ്ഞും കുറെ സമയമെടുക്കുന്നു. അത് പലപ്പോഴും ജീവിത സംഘർഷങ്ങൾ, അതുമല്ലെങ്കിൽ ഓഫീസിലെ ടെൻഷൻ, അതുമല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന സാധാരണമായിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള, ഉദാഹരണത്തിന് എക്സാമിനോട് എല്ലാം അനുബന്ധിച്ച് കുട്ടികൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അടുത്ത ദിവസം അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും രാത്രിയിൽ ഉറക്കത്തിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും 2-3 മണിക്കൂർ കിടക്കയിൽ ഉറക്കത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് കിടക്കേണ്ട ഒരവസ്ഥ വരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല ലക്ഷണമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് പലപ്പോഴും ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഇതിനൊരു ചാക്രിക സ്വഭാവമുണ്ടെന്ന്. കാരണം ഒരിക്കൽ ഉറക്കക്കുറവ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, അതുമല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് ഉറക്കക്കുറവ് നിലനിന്ന് കഴിഞ്ഞാൽ ഇത് ഉറക്കത്തിനെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയ്ക്ക് വഴി നൽകുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ, അതായത് അതിലേക്ക് നമുക്ക് വരാം. ഒരു പ്രശ്നം കൂടി ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം, സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണ് വിളിക്കുന്നത്? പേര് കൂടെ പറഞ്ഞോളൂ. എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ ഹലോ മിസ്റ്റർ സുരേഷ്, കേൾക്കാമെങ്കിൽ. ഹലോ, ഓക്കെ, ഞാൻ ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ. സുരേഷ്, എന്താണ് സുരേഷിന്റെ ജോലി? എന്താണ് സുരേഷിന്റെ ജോലി? ഡോക്ടർ, ഞാൻ ഒന്നും ഇടപെടുന്നു. ടിവിയുടെ ശബ്ദം നന്നായിട്ടൊന്ന് കുറയ്ക്കാമോ? ഹലോ ഹലോ സുരേഷ്. ഓക്കെ, എനിക്ക് അറിയേണ്ടത് സുരേഷ് എന്താണ്, നൈറ്റ് ഷിഫ്റ്റ് സ്ഥിരമായിട്ട് ഉള്ള വ്യക്തിയാണോ? ഓക്കെ, എന്താണ് ജോലി? എന്താണ്? സൂപ്പർവൈസർ ആണ്. അപ്പോൾ എത്ര കാലമായി ഇപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു? 4 വർഷത്തോളം. എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എത്ര വയസ്സുണ്ട്? പ്രമേഹമോ ഉയർന്ന രക്തസമ്മർദ്ദമോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സുരേഷിന്? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ ശരീരത്തിൽ സുരേഷ് ചോദിച്ച ചോദ്യം, അതായത് സ്ഥിരമായിട്ട് ഉള്ള രാത്രിയിൽ ഉള്ള ഷിഫ്റ്റ്, ഇത് ഉറക്കക്കുറവിലേക്ക് വഴിതെളിക്കുമോ അല്ലെങ്കിൽ കാരണമാകാമോ? ഇത് തീർച്ചയായിട്ടും സ്ഥിരമായിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റ് നമ്മുടെ ശരീരത്തിൽ ക്രിക്കേഡിയൻ റിഥം എന്ന് പറയുന്ന ഒരു താളമുണ്ട്. അതായത് നാം എപ്പോൾ കിടക്കണം, എപ്പോൾ ഉണരണം, ഇതെല്ലാം
നമ്മളുടെ മസ്തിഷ്കത്തിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് എതിരെയായിട്ട്, അതായത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവർ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉറങ്ങുകയും ബാക്കിയുള്ളവർ ഉറങ്ങുന്ന അവസ്ഥയിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം സുരേഷിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തുടരുന്നത് തീർച്ചയായിട്ടും ഉറക്കക്കുറവിന് ഒരു കാരണമാകാം. കാരണം നമ്മളുടെ ജൈവ താളത്തിന്റെ ഒരു മാറ്റം, ഈ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ ഉറക്കക്കുറവിന് വഴിതെളിക്കാം. അപ്പോൾ ചെയ്യേണ്ടത് രാവിലെ എല്ലാം കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നല്ല ഇരുട്ടാക്കുക, റൂം വളരെ നല്ല രീതിയിൽ ഇരുട്ടാക്കുക. അതോടൊപ്പം തന്നെ ബെഡ്റൂമിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസസും ഉണ്ടാകാത്ത രീതിയിൽ അത്ര സെക്യൂർഡ് ആയിട്ട് അങ്ങനെ ശരിക്കും ഒരു രാത്രിയുടെ എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് തന്നെ രാവിലെ കിടന്ന് ഉറങ്ങിയാൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ സുരേഷിന് ഉറക്കക്കുറവിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സാധാരണ എത്ര മണിക്കാണ് ഈ ഷിഫ്റ്റ് തീരുന്നത്? രാത്രി എത്ര മണിക്ക് തുടങ്ങി? 8 മണിക്ക്. രാത്രിയിൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത് ഷിഫ്റ്റ്? രാത്രി 8 മുതൽ രാവിലെ 8 മണി വരെ. ഇങ്ങനെയാണോ ജോലി വരുന്നത്? ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 10 മണിയോട് കൂടി കിടന്നുറങ്ങുമായിരിക്കും അല്ലെ? എങ്ങനെയാണ് സാധാരണ? ഓക്കെ. പിന്നെ എത്ര സമയം വരെ കിടന്നുറങ്ങാറുണ്ട്? 5 ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫാമിലി എല്ലാം കൂടെ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് നാം കിടക്കുന്ന റൂമിൽ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസസും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം. അതോടൊപ്പം തന്നെ എന്നിട്ടും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും വേണ്ട രീതിയിൽ ഉറക്കം വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ, അതിന് ആയുർവേദത്തിലാകട്ടെ പ്രകൃതി ചികിത്സയിൽ എല്ലാം തന്നെ നല്ല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്, മരുന്നുകളുണ്ട്. അവയും സുരേഷിന് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. നമ്മൾ ഉത്കണ്ഠയിലാണ് നിർത്തിയത്. ഉത്കണ്ഠ പലപ്പോഴും ഉറക്കക്കുറവിന് കാരണമാകുന്നു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ എപ്പിസോഡുകളിലും ഏതൊരു ആരോഗ്യ പ്രശ്നം എടുക്കുമ്പോഴും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മാനസികമായ ഉത്കണ്ഠ. അതുമല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആൻസിറ്റി, ഡിപ്രഷൻ, ഇതേപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉറക്കക്കുറവിന് വഴിതെളിക്കാം. നമുക്കറിയാം, മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉറക്കം കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായി നിരന്തരമായ സ്ട്രെസ് ദൈനംദിന ജീവിതത്തിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ, അത് ചിലപ്പോൾ അടുത്ത വ്യക്തികളുടെ മരണമായിരിക്കാം, അതുമല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന വാക്കുകളെ കൊണ്ടുള്ള മുറിവുകളായിരിക്കാം, അതുമല്ലെങ്കിൽ വർക്ക് പ്രഷർ ആയിരിക്കാം, ജോലിസ്ഥലത്തുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇങ്ങനെ പല കുടുംബത്തിലുണ്ടാകുന്ന അന്തഛിദ്രങ്ങൾ, ഇതെല്ലാം തന്നെ പലപ്പോഴും ഉറക്കക്കുറവിന് വഴിതെളിക്കാം. അപ്പോൾ സ്ട്രെസ് തീർച്ചയായിട്ടും ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ നാം പലപ്പോഴും സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇത് മാനസികമായ ഒരു സമ്മർദ്ദം മാത്രമായിട്ടാണ് നാം സ്ട്രെസ്സിനെ കാണുന്നത്. അതല്ലാതെ നമുക്ക് ഒരു കോളർ കൂടെ ശരിയായതിനു ശേഷം നമുക്ക് ഈ സമ്മർദ്ദത്തിലേക്ക് വരാം, മാനസിക സമ്മർദ്ദത്തിലേക്ക് വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കേൾക്കാമെങ്കിൽ? ഹലോ, കേൾക്കുന്നില്ലേ? പേര് പറയൂ, ആരാണ്? ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ശരി, ഡോക്ടറെ ചോദിച്ചോളൂ. ശരി, പറയൂ രാധിക, എന്താണ് രാധികയുടെ പ്രശ്നം? എന്താണ്? എനിക്ക് രാത്രിയിൽ നല്ല ഉറക്കക്കുറവാണ്. ഓക്കെ, രാധികയ്ക്ക് ആസ്മയൊക്കെയാണ്. ഞാൻ ടാബ്ലറ്റും കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ? വെറ്റിലൻ ഉപയോഗിക്കുന്നുണ്ട്, സിബിക്കോട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അക്രോബൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ മരുന്നുകളെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ശ്വാസം മുട്ട് അനിയന്ത്രിതമായിട്ടാണ് കാണുന്നത്. അതായത് ഉപയോഗിച്ചാൽ ശ്വാസം മുട്ടത്ത് എനിക്ക് സ്പീഡിൽ നടക്കത്തില്ല, ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ. രാധികയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 40. അപ്പോൾ ജോലി സ്ഥലത്ത് എങ്ങനെയാണ്? സമ്മർദ്ദമുള്ള തരം ജോലിയാണോ? ജീവിത ഓഫീസ് വർക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നാം സാധാരണ ഉറക്കക്കുറവിന് പറയുന്ന 2 കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ രാധികയ്ക്ക് ഉണ്ടെന്നാണ് നാം കാണുന്നത്. ഒന്ന്, ഒരു മെഡിക്കൽ കണ്ടീഷൻ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള
ആസ്മ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്തെ ജീവിത സംഘർഷം, ഈ രണ്ട് ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള ഉറക്കക്കുറവ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ്തമയ്ക്ക് ഈ തരത്തിൽ പലതരത്തിലുള്ള ഇൻഹേലറുകളും ഇതുമെല്ലാം ഉപയോഗിച്ചിട്ടും വേണ്ട രീതിയിലുള്ള ഫലം കാണുന്നില്ല എങ്കിൽ പരമ്പരാഗത ചികിത്സാ മാർഗങ്ങളിലൂടെ ഇതിന് നല്ല രീതിയിൽ നമുക്ക് ശമനം ഉണ്ടാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പലതരത്തിലുള്ള കഷായങ്ങളും മരുന്നുകളും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം തൊടിയിലെല്ലാം സുലഭമായി കാണുന്ന തൊട്ടാവാടിയുടെ കഷായം എല്ലാം നാട്ടിൽ ഈ ആസ്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ തന്നെ ആസ്തമയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ജീവിത സംഘർഷത്തിന് വേണ്ട രീതിയിൽ നിവാരണം ചെയ്യാനായിട്ട്, സ്ട്രെസ് റിലീഫിനായിട്ട് ഇത് ആസ്തമയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് യോഗ. കാരണം യോഗയുടെ സ്ഥിരമായിട്ടുള്ള പരിശീലനം സ്വാഭാവികമായും നിങ്ങളുടെ ജീവിത സംഘർഷം അല്ല, യോഗ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ ആസ്തമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നിക്സ് രാത്രി ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ടോ? ബ്രീത്തിങ് എക്സസൈസുകൾ ഏതെല്ലാമാണ് ചെയ്യുന്നത് അറിയാമോ? ഓക്കെ 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 അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും പ്രാണായാമങ്ങളുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം, ഇത് നമ്മളുടെ സാധാരണ ആസ്മ രോഗികളിൽ ഈ പറഞ്ഞ ലങ് കപ്പാസിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഈ രീതിയിലുള്ള ശ്വാസ പ്രക്രിയകളുടെ, പ്രത്യേകിച്ച് പ്രാണായാമങ്ങളുടെ അഭ്യാസവും തീർച്ചയായിട്ടും ലങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഉറക്കക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തലയിൽ ഉപയോഗിക്കുന്ന എണ്ണകളുടെ കാര്യത്തിൽ രാധിക പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സാധാരണയായിട്ട് തലയ്ക്ക് നല്ല തണുപ്പുണ്ടാക്കുന്ന ഹിമസാഗര തൈലം, അതുമല്ലെങ്കിൽ ചന്ദനാദ്രി, അല്ല അതാണ് ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്ത് ഇങ്ങനെ തണുപ്പുണ്ടാക്കുന്ന എണ്ണകൾ രാധികയുടെ അവസ്ഥയിൽ അത് ചേരുകയില്ല. കാരണം തണുപ്പുണ്ടാക്കുന്ന എണ്ണകൾ ആസ്തമയ്ക്ക് വിരുദ്ധമാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് തണുപ്പുണ്ടാക്കുന്ന എണ്ണ അത്രയ്ക്ക് ഗുണകരമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രാധികയെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങനെയുള്ള എണ്ണകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രകൃതത്തിന് ഏറ്റവും ഇണങ്ങിയ എണ്ണ ഏത് എന്നുള്ളത് ഉറപ്പുവരുത്തി അതുമാത്രം ഉപയോഗിക്കുക. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കക്കുറവിന് വേണ്ടി എന്തെങ്കിലും ഒരു എണ്ണ തലയിൽ തേക്കും. ഇത് നിലവിലിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായി നമുക്കറിയാം, തണുപ്പ് തട്ടുന്നത് ആസ്തമയ്ക്കാണെങ്കിലും അതേപോലെ തന്നെ സൈനസൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണെങ്കിലും വളരെ അവയെ രൂക്ഷമാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അമിതമായിട്ട് തണുപ്പുണ്ടാക്കുന്ന എണ്ണകൾ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ കഫജമായിട്ടുള്ള, കഫം ശരീരത്തിൽ അമിതമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ വർജിക്കുക. ഇതോടൊപ്പം ഉറക്കക്കുറവിനും നല്ല രീതിയിലുള്ള പരമ്പരാഗത ചികിത്സകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയ പരിപാടി, രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മളുടെ കാലിന്റെ അടിയിൽ ഒരു അല്പം വെണ്ണ പുരട്ടി ഒന്ന് മസാജ് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് ചെറിയൊരു തോതിലുള്ള ഉറക്കക്കുറവിനെയെല്ലാം വളരെ പെട്ടെന്ന് അകറ്റിക്കളയുന്ന ഒരു സമ്പ്രദായമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഒരു ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം ഇത് വച്ച് മുഖം കഴുകുക. അതോടൊപ്പം തന്നെ അത് കുടിച്ചാൽ മാത്രം പോരാ, ഈ ഉലുവയിട്ട വെള്ളം ഒന്ന് കൊണ്ട് മുഖം കഴുകുന്നതും ഈ പറഞ്ഞ ഉറക്കക്കുറവിന് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ രാത്രിയിൽ ഡയബറ്റിസ് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ തന്നെ നല്ല ശുദ്ധമായ ചെറുതേനാണെങ്കിൽ ഈ ചെറുതേൻ ഒരല്പം ചൂടുവെള്ളത്തിൽ ചാലിച്ച് അത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കുക. പിന്നെ കഫസംബന്ധമായ ഇതുള്ളത് കൊണ്ടാണ്, അതല്ലെങ്കിൽ രാത്രിയിൽ പാല് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷെ രാധയ്ക്ക് അതും സാധിക്കുകയില്ല. അപ്പോൾ തേൻ വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളത്തിൽ ചാലിച്ച് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ കഴിക്കുക. ഇങ്ങനെയുള്ള മാർഗങ്ങൾ നോക്കുക. സ്വാഭാവികമായിട്ടും ഉറക്കക്കുറവിന് നല്ല രീതിയിൽ നമുക്ക് പരമ്പരാഗത ചികിത്സകളിലൂടെ, ആയുർവേദത്തിന്റെയും പ്രകൃതി ചികിത്സയുടെയും എല്ലാ വഴികളിലൂടെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. നല്ലൊരു ഡോക്ടറുടെ ഉപദേശത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഉറക്കക്കുറവിൽ നിന്ന് തീർച്ചയായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം രാധയ്ക്ക് നേടാൻ സാധിക്കും. ഓക്കെ, പലർക്കും ഉറക്കക്കുറവ് ഒരു വലിയ വിഷയം തന്നെയാണ്. പലപ്പോഴും അത് ചെറിയൊരു കാര്യമാണെങ്കിൽ കൂടി പലരെയും ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വ്യക്തിത്വത്തെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഉറക്കക്കുറവ്. ഡോക്ടർ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്കണ്ഠയുടെ കാര്യമായിരുന്നു. അത് ഒപ്പം മാനസിക സംഘർഷങ്ങളുടെ പ്രശ്നവും ഒക്കെ ആയിരുന്നു. ഡോക്ടർ നമുക്കൊരു ചെറിയ ഇടവേളയോട് അനിവാര്യമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുടരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരാം.
today. നമസ്കാരം. UAE മലയാളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള ചാനലായിട്ട് അല്ലെങ്കിൽ അവർ നെഞ്ചോട് ചേർത്ത MTV എന്ന ചാനൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ഏറെ പുതുമകളോടെ വീണ്ടും റീലോഞ്ച് ചെയ്യുകയാണ്. എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. May God bless. നമ്മള് തമ്മിൽ കണ്ടാവിണ്ട്യാല് കയ്യിലേന്തും കൊമ്പൂരട്ടെ നല്ല കളി തുടങ്ങി NutriBoost, your daily fuel. NutriBoost, the delicious new probiotic laban from Al Rawabi and rich with vitamins, minerals and oats. വീണ്ടും സ്വാഗതം ചെയ്യുന്നു കരിവളിയും കണ്ണശ്ശിയും. നമ്മളിന്ന് സംസാരിക്കുന്നത് ഉറക്കക്കുറവിനെ കുറിച്ചാണ്. പലർക്കും അതൊരു രോഗാവസ്ഥ എന്നും പറയാൻ സാധിക്കില്ല. ശാരീരിക ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും പലരും അതിനെ രോഗം എന്നൊരു അവസ്ഥയിൽ തന്നെയാണ് കാണുന്നത്. കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസ്വാസ്ഥ്യം തന്നെയാണ് ഈ ഒരു ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. നമുക്ക് ഉറക്കക്കുറവിനെ കുറിച്ച് അതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉറക്കക്കുറവ് വരുന്നത്, ഒപ്പം അതിന് വന്നാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം വരാതിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തരാൻ എത്തിയിരിക്കുന്നത് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ ദിനേശ് കത്തിയാണ്. ഡോക്ടർ നമ്മൾ സംസാരിച്ച് നിർത്തിയ മാനസിക സംഘർഷത്തിലായിരുന്നു. കാരണങ്ങളിൽ ഒന്നെന്ന് പറയാവുന്ന മാനസിക സംഘർഷത്തിലായിരുന്നു. ഡോക്ടർ അതിനു മുമ്പ് നമുക്കൊരു കോളർ എത്തിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് തുടരാം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് മനോജ് ഷാജീദ്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം, എന്റെ പേര് മനോജ് ഷാജീദ്. പറയൂ. എനിക്ക് ഉറക്കം ബ്രേക്കാതെ ചെയ്യും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ടിവിയുടെ ശബ്ദം നന്നായിട്ടൊന്ന് കുറച്ചു വെക്കും. ശ്രീ മനോജ്, കേൾക്കാമെങ്കിൽ ടിവിയുടെ ശബ്ദം നല്ലവണ്ണം കുറച്ചു വെക്കുക. ഇനി തുടർന്നോളൂ. ഡോക്ടർ, എനിക്ക് മോർണിംഗിലാണ് ഏറ്റവും നൈറ്റ് ഉറക്കി മോർണിംഗിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് മോസ്റ്റ് ഭക്ഷണം. ഓക്കെ,
എത്ര വയസ്സുണ്ട് മനോജ്? മോസ്റ്റ്ലി അബുദാബിയിലെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കമാണ്. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ സ്ലീപ്പ് ആപ്നിയ അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഏതാ? ഹലോ, എന്താണ് അവർ സജസ്റ്റ് ചെയ്തത്? എനിക്ക് ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല. ടിവിയുടെ ശബ്ദം ഇതിനിടയിൽ ഒരു പ്രശ്നമായി വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ലിയർ ആവാത്തത്. ടിവിയുടെ ശബ്ദം നന്നായിട്ട് കുറച്ച് വെച്ചോളൂ. ഓക്കെ. ഇപ്പോൾ മനോജിന് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 42. വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സോഫാർ ഒന്നുമില്ല. ഓക്കെ. ഇത് എവിടെയാണ് മനോജ് താമസിക്കുന്നത്? ദുബായിലോ ഷാർജയിലോ? എവിടെയാണ്? ഷാർജയിൽ. അപ്പൊ ദിവസവും ഷാർജയിൽ നിന്ന് അബുദാബിക്ക് ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഓക്കെ. ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അതെന്താണ്? രാത്രിയിൽ കൂർക്കം വലിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? സ്നോറിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് മനോജിന്റെ ഈ ഉറക്കക്കുറവിന് യഥാർത്ഥത്തിലുള്ള കാരണമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, സ്നോറിംഗ്, ഇത് പലപ്പോഴും നമ്മളുടെ രാത്രിയിൽ ഈ ഊർക്കം വലിക്കുന്നവർ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ തെറ്റാണ്. കാരണം ഊർക്കം വലി ഒരു പ്രത്യേക ലെവലിൽ എത്തുമ്പോൾ ചിലർക്ക് ശ്വാസം പെട്ടെന്ന് കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പലപ്പോഴും ഉറക്കത്തിന് നമ്മൾ അറിയാതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. നമ്മൾ നോക്കുമ്പോൾ ഊർക്കം വലിച്ച് ഉറങ്ങുകയാണെന്ന് പറയും. പക്ഷേ ഊർക്കം വലിച്ച് ഉറങ്ങുന്നവർ ഗാഠമായ നിദ്രയിലാണ് എന്ന് ഒരിക്കലും ധരിക്കാതിരിക്കുക. അപ്പോൾ പലപ്പോഴും ഈ ഒരു സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് രാത്രിയിൽ അവരറിയാതെ തന്നെ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു അല്പസമയം ശ്വാസ തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് കുറച്ച് സമയമെങ്കിലും ഓക്സിജന്റെ സപ്ലൈയും കുറയുന്നുണ്ട്. ഇങ്ങനെ അടിക്കടി ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഉറക്കക്കുറവിലേക്ക് വഴിതെളിക്കുക. നമ്മൾ അറിയാതെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരികയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6-8 മണിക്കൂർ കിടന്ന് ഉറങ്ങി, ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങി. നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ മനോജ് ഊർക്കം വലിച്ച് 6 മുതൽ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ മനോജിനറിയാം ഇത് വേണ്ട രീതിയിൽ തനിക്ക് വിശ്രമം തരുന്നില്ലായിരുന്നു. ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഡ്രൈവിംഗിന്റെ ഇടയിലും മറ്റും ഈ പറഞ്ഞ രീതിയിൽ ഉറക്കം തൂങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. സ്ലീപ്പ് അപ്നിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നല്ല രീതിയിൽ സ്ലീപ്പ് അപ്നിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, പ്രത്യേകിച്ച് യോഗയും അതോടൊപ്പം തന്നെ ശ്വസന പ്രക്രിയകളും പ്രാണായാമങ്ങളും മറ്റും അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉറക്കക്കുറവിന് പരിഹാരം കാണാൻ സാധിക്കും. പിന്നെ ഞാനിപ്പോൾ മനോജിനെ നേരിട്ട് കണ്ടിട്ടില്ല. അമിതവണ്ണമുള്ള ആളാണോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചൈനീസ് ചികിത്സാ രീതിയായിട്ടുള്ള അക്യുപഞ്ചറും മനോജിന് ഫലപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, അതായത് ശരീരത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ സൂചി ഇറക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ്. അതും ഇതിന് വളരെ ഫലപ്രദമായിട്ട് ഈ രീതിയിലുള്ള ഉറക്കക്കുറവിനും സ്ലീപ്പ് ആപ്നിയയ്ക്കും എല്ലാം തന്നെ ഗുണപ്രദമായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ഒരു വിശകലനം മനോജിന്റെ കാര്യത്തിൽ ആവശ്യമാണ്. സ്ലീപ്പ് ആപ്നിയയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡീസ്, ഇതിന്റെ എല്ലാം റിപ്പോർട്ട്സും അതേപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ റിപ്പോർട്ട്സും എല്ലാം ഒരുമിച്ച് ഒന്ന് കൊണ്ടുവന്ന് നേരിട്ട് കാണുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ പരമ്പരാഗത മാർഗങ്ങളിലൂടെ, പരമ്പരാഗത ചികിത്സകളിലൂടെ മനോജിന്റെ പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ സാധിക്കും. ഓക്കെ. അത് ഇതിനുശേഷം NTVയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ഞാൻ അതെ, അത് പിന്നീട് അവർ പറഞ്ഞത്. ഒരു പക്ഷേ ശ്രീ മനോജ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഈ നമ്പർ ബിസി ആയിക്കൊണ്ടേയിരിക്കും. കാരണം പ്രോഗ്രാമുകൾ എപ്പോഴും വരുമ്പോൾ ഈ നമ്പർ എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ട് എളുപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് info@ntvua.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയച്ചുകൊള്ളൂ. നമ്മൾ info@ntvua.com ഇതിലേക്ക് ഒരു മെയിൽ അയച്ചുകൊള്ളൂ. മെയിൽ അയക്കുമ്പോൾ മിസ്റ്റർ മനോജിന്റെ ഫോൺ നമ്പർ കൂടെ വെക്കണം, മറന്നു പോകരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡോക്ടറെ തിരിച്ചു വിളിക്കാൻ സൗകര്യമായിരിക്കും. നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഒരു മാനസിക ഉത്കണ്ഠ എന്ന മാനസിക ഒരു ബുദ്ധിമുട്ടിന്റെ. അപ്പോൾ ഉത്കണ്ഠ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത പലതരത്തിലുള്ള
ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂർക്കമ്പലി പലരും ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും അത് കൂർക്കമ്പലി ഒരു ആരോഗ്യകരമായ ഒരു ലക്ഷണമല്ല എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമിതവണ്ണമുള്ളവർ, അമിതമായിട്ട് വയറ് ചാടിയിട്ടുള്ളവർ, ഇവരെല്ലാം തന്നെ തങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുകയും വയറ് കുറയ്ക്കുകയും എല്ലാം ചെയ്താൽ തന്നെ ഈ രീതിയിലുണ്ടാകുന്ന സ്നോറിംഗ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഉറക്കക്കുറവിന് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇക്കാലത്ത് പലപ്പോഴും കേൾക്കുന്ന ചില രോഗങ്ങളാണ് പാർക്കിൻസൺസ് ഡിസീസ്, അതേപോലെ തന്നെ പാർക്കിൻസോണിസം, അതേപോലെ തന്നെ അൽഷിമേഴ്സ്. ഇങ്ങനെയുള്ള രോഗാവസ്ഥകളുടെ ഭാഗമായിട്ട് ഉറക്കക്കുറവ് പലരിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പാരാലിസിസ് വന്നവർ, സ്ട്രോക്ക്, നമുക്കറിയാം സ്വാഭാവികമായി ശരീരം ഒരു ഭാഗം തളർച്ചയിൽ അതുമല്ലെങ്കിൽ വേദനയെല്ലാം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും വേണ്ട രീതിയിൽ ഉറക്കം നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. ഇനി ഈ പറഞ്ഞ ഇത് മെഡിക്കൽ കണ്ടീഷൻസ് ആണ് നാം പറഞ്ഞത്. ഇതേപോലെ തന്നെ നാം കഴിക്കുന്ന ചില മരുന്നുകൾ ഇത് പലപ്പോഴും ഉറക്കക്കുറവിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. ഇത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ആന്റിഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞാൽ കോൾഡിനും സാധാരണയായിട്ടുണ്ടാകുന്ന കോഫ് ഇതിനെല്ലാം നാം ഉപയോഗിക്കുന്നതാണ്, തുമ്മലിനെല്ലാം ഉപയോഗിക്കുന്ന ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ്. അതേപോലെ തന്നെ ഈ മൂത്രം പോകാനായിട്ട് ഡയോറിറ്റിക്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള മരുന്നുകൾ, ബിപിക്ക് ഉപയോഗിക്കുന്ന, ബ്ലഡ് പ്രഷറിനും മറ്റും ഉപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകൾ, ഇതെല്ലാം തന്നെ ശരീരത്തിൽ മൂത്രത്തിന്റെ ഉൽപാദനം കൂട്ടുകയും തദ്വാര രാത്രിയിൽ ഈ മൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ഈ രീതിയിൽ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോൾ മരുന്നുകളുടെ ഡോസേജ് വേണ്ട രീതിയിൽ ക്രമീകരിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ മരുന്നുകൾ മാറ്റി മറ്റേതെങ്കിലും മരുന്നുകൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കുക. ഇത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് സാധാരണയായിട്ട് ഉറക്കക്കുറവിന് കാരണമാകുന്നത്. ഇത് കൂടാതെ നാം ഇനി ഉറക്കക്കുറവിന്റെ കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്ലീപ്പ് ഹൈജീൻ ഇല്ലായ്മ എന്ന് നാം പറയും. അതുമല്ലെങ്കിൽ ഉറക്ക ശുചിത്വം എന്നുള്ളത് ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കുകയാണ്. ഉറക്ക ശുചിത്വത്തിൽ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ ഭക്ഷണം എന്നുള്ളത് പലരും രാത്രി, നമുക്കറിയാം നമ്മളുടെ ഗൾഫിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലരും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നു. കാരണം രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ ഇനി രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ യാത്ര അയക്കാനുള്ള അതിന്റെ പണി, ഈ തിരക്കിലെല്ലാം പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഒരു പ്രഹേളികയായിട്ട് മാറുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ നിന്നോ അവിടെ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് ക്യാൻറ്റീനിലോ കാഫറ്റേരിയയിലോ ഓഫീസ് കാഫറ്റേരിയയിൽ നിന്നോ എല്ലാം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബത്തിന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയം ഡിന്നറാണ് കിട്ടുന്നത്. പക്ഷെ അത് വളരെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം രാത്രി വളരെ വൈകിയുള്ള അത്താഴം, പലപ്പോഴും ഗ്രഹനാഥൻ ഈ പറഞ്ഞ രീതിയിൽ അബുദാബിയിൽ ഷാർജയിൽ താമസിച്ച് അബുദാബിയിൽ പോയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ ഇത്ര ദൂരെയെല്ലാം യാത്ര എന്തിനു പറയുന്നു, നമുക്കറിയാം രാത്രി കാലങ്ങളിൽ ദുബായിൽ നിന്ന് തിരിച്ചൊന്ന് ഷാർജയിലേക്ക് എത്തണമെങ്കിൽ 1.5-2 മണിക്കൂർ യാത്ര ആവശ്യമാണ്. ദൂരമല്ല, ഇവിടെ അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗമായി ഇങ്ങനെ പല രീതിയിൽ ജീവിത സമ്മർദ്ദത്തിനെല്ലാം അടിപ്പെട്ട് അതുമല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ സംഘർഷങ്ങളെല്ലാം അഭിമുഖീകരിച്ച് തിരിച്ചു വരുന്നവർക്കുള്ള ഏക സൊളേസ്, അതുമല്ലെങ്കിൽ ഒരു എന്താണ് പറയേണ്ട മാനസികോല്ലാസം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ നല്ല ഭക്ഷണം അതുമല്ലെങ്കിൽ എല്ലാ രീതിയിലും വറുത്തതും പൊരിച്ചതും കരിച്ചതും എല്ലാമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഡിന്നർ പലപ്പോഴും അത് തന്നെ അനാരോഗ്യകരമാണ്. അതിന്റെ ഒപ്പം വളരെ ലേറ്റ് ആയിട്ടുള്ള ഡിന്നർ എന്നൊരു പ്രവണത പലരിലും കാണുന്നുണ്ട്. 10-11 മണിക്ക് യഥാർത്ഥത്തിൽ പറയുന്നത് രാത്രി, നമുക്കറിയാം ചില സമുദായങ്ങൾ, ചില നമ്മുടെ നാട്ടിലെല്ലാമാണെങ്കിൽ ജൈന സമുദായത്തിലെല്ലാം പെട്ടവരാണെങ്കിൽ പണ്ടെല്ലാം, ഇപ്പോൾ അവര് പത്രം പാലിക്കുന്നില്ല, എന്നാൽ തന്നെ ഞാൻ പറഞ്ഞതാണ് 6 മണിക്ക് മുന്നേ, സൺസെറ്റിന് മുന്നേ അത്താഴം കഴിച്ചിരുന്നു. അത്ര കഠിനമായ പ്രകൃതി ജീവന തത്വങ്ങളിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും വളരെ വൈകിയുള്ള അത്താഴം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു ശീലമാണ് രാത്രിയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ 9 മണിക്കായിരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സാഹ കാപ്പി, അല്ലെ നമ്മൾ പറയും, ഉത്സാഹത്തിന് വേണ്ടി ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ.
പക്ഷേ പലപ്പോഴും രാത്രി ഈ പറഞ്ഞ വൈകി ഉള്ള സമയത്ത് എടുക്കുന്ന ചായയും കാപ്പിയും എല്ലാം പലപ്പോഴും ഉറക്കക്കുറവിന് കാരണമാകുന്നു. നമുക്കറിയാം കാപ്പിയിലെ കഫീൻ, അതുപോലെ തന്നെ ചായയിലെ ടാനിക് ആസിഡ്, ഇതെല്ലാം തന്നെ നമ്മളുടെ മസ്തിഷ്കത്തിന് അമിതമായിട്ട് ഉത്തേജനം നൽകുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് പലപ്പോഴും രാത്രിയിലുള്ള കാപ്പിയുടെയും ചായയുടെയും അമിതമായിട്ടുള്ള ഉപയോഗം ഇടയ്ക്കെല്ലാം കുടിക്കുന്ന പോലെ അത് സ്ഥിരമായിട്ടൊരു ശീലമുണ്ട്, പ്രത്യേകിച്ച് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ മദ്യപാനം പലർക്കും 2 പെഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവിത സംഘർഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള ഒരു ഉപാധിയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, 2 പെഗ് അതുമല്ലെങ്കിൽ 1 പെഗ് എന്ന ലിമിറ്റിൽ എത്ര പേർക്ക് കാലാന്തരം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള ആൽക്കഹോൾ കൺസംഷൻ ലോങ് ടൈമിൽ അത് അത്ര നല്ല ഒരു ഉപാധിയായിട്ട് അല്ല കാണുന്നത്. അതുകൊണ്ട് രാത്രിയിലുള്ള ആൽക്കഹോളിന്റെയും മദ്യത്തിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കഴിയാവുന്നത്ര കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഉറക്ക ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നാം ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഇന്ന് കിടപ്പറകൾ പലപ്പോഴും ഞാൻ നോക്കിയിട്ട് നമ്മളുടെ ആഡംബരത്തിന്റെ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് ആഡംബരങ്ങളെല്ലാം കുത്തി നിറയ്ക്കാനുള്ള ഒരു മുറിയായിട്ട് ഇന്ന് നമ്മളുടെ ബെഡ്റൂമുകൾ മാറിയിരിക്കുകയാണ്. എന്താണ് ബെഡ്റൂം എന്നുള്ള കൺസെപ്റ്റ് തന്നെ? ബെഡ് റൂം എന്താണ്? കിടക്കാൻ ഇടാനുള്ള റൂം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ബെഡ്റൂമിലാണ് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഓഫീസിലെ അടിയന്തരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് നേരെ ബെഡിലേക്ക് കിടക്കാം. ഇതാണ് പലരുടെയും എളുപ്പമാർഗം. അപ്പോൾ കിടക്കയ്ക്ക് അരികിൽ തന്നെ കമ്പ്യൂട്ടറോ അതുമല്ലെങ്കിൽ ലാപ്ടോപ്പോ വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇനി അതിന് സമയമില്ലാത്തവരാണെങ്കിൽ ഇനി വലിയൊരു ഈ പറഞ്ഞ പോലെ TV കിടക്കറയിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടാവും. കാരണം കിടന്നുകൊണ്ട് TV കണ്ട് മയങ്ങാം. ഇതൊക്കെ ആണ് ഉദ്ദേശങ്ങൾ. പക്ഷേ ദയവ് ചെയ്ത് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഇലക്ട്രോണിക് സാങ്കേതിക ഉപകരണങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ പ്രതിഷ്ഠിക്കാതിരിക്കുക. കാരണം നമ്മൾ അറിയാതെയാണെങ്കിലും ഇവയിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മളുടെ തലച്ചോറിന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2, ഈ പറഞ്ഞ രീതിയിൽ ഇലക്ട്രോണിക് ഡിസ്റ്റർബൻസസ് ഉറങ്ങുന്നതിന് മുന്നുണ്ടാക്കുന്നത്. കാരണം കുറെ സമയം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത്, അതുമല്ലെങ്കിൽ TV സ്ക്രീനിൽ എല്ലാം നോക്കിയിരിക്കുന്നത് അത് ഉറക്കത്തിനെ മാറ്റി നിർത്താനാണ് പലപ്പോഴും കാരണമാവുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഉപാധി, പലരും ഉറക്കത്തിലെ പേടിയോടെയാണ് ഉറക്കക്കുറവുണ്ടായാൽ പിന്നെ സമീപിക്കുന്നത്. എനിക്ക് ഉറക്കം വരുമോ, എനിക്ക് ഉറങ്ങാൻ സാധിക്കുമോ, ഈ ഒരു ഉത്കണ്ഠയോടുകൂടി പുതച്ച് കമന്ന് തിരിഞ്ഞ് മറിഞ്ഞ് മലർന്ന് എല്ലാം കിടക്കുന്നു, എന്നിട്ടും ഉറക്കം വരുന്നില്ല. അപ്പോൾ ഉറക്കത്തിനെ തേടിയുള്ള അതുമല്ലെങ്കിൽ ഉറക്കം വരാനുള്ള ഈ കാത്തിരിപ്പ് ഒഴിവാക്കുക. ഉറക്കത്തിനെ നാം അത്ര മാരകമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കേണ്ട ഒരു സംഭവമല്ല. ഇത് സ്വാഭാവികമായും നമ്മളുടെ കണ്ണുകളെ തഴുകി ഉണർത്തുന്ന ഒരു ഇളം തെന്നലായിട്ടാണ് യഥാർത്ഥത്തിൽ ഉറക്കം നമ്മളെ തഴുകേണ്ടത്. ഇത് പലരും ഇത് മാരകമായ ഒരു കൊടുങ്കാറ്റ് പോലെ എന്നെ ഉറക്കം ഒന്ന് തഴുകിട്ടുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അത് ദയവ് ചെയ്ത് ഈ രീതിയിൽ ഉറക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു കാരണവശാലും ശ്ലാഘനീയമല്ല. നിങ്ങൾ ചെയ്യേണ്ടത്. ഹലോ 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 നമസ്കാരം. പറയൂ വിനീഷ്, പറഞ്ഞോളൂ. എന്റെ കുഴപ്പം ഉറക്കക്കുറവല്ല, ഉറക്കം തുടങ്ങി കിട്ടാനുള്ളതാണ് കുഴപ്പം. ഓക്കെ. എന്നൊക്കെ രാത്രി ഒരു 12 മണിക്കാവുന്ന സമയത്ത് ഉറക്കം. പക്ഷെ ഞാൻ ഉറങ്ങി തുടങ്ങുന്നത് 2 മണി 3 മണിയൊക്കെയാണ്. ആ സമയമാകുന്നേരം ഉറക്കമല്ല. എന്റെ ഷിഫ്റ്റ് ഉച്ചക്കാണ് ഡ്യൂട്ടി. അപ്പൊ പകൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞാൻ ദിവസം 10 മണിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ 12 മണിക്ക് ഉറങ്ങണം, തീരുമാനിച്ചപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്റെ ബോഡി വളരെ ഫ്രഷ് ആയിരിക്കും. അതാണ് ഇപ്പൊ 2 മണിയാകുന്നേരം എനിക്ക് ഉറക്കമില്ല. ഓക്കെ. ഇപ്പോൾ വിനീഷ് സാധാരണ എങ്ങനെയാണ് വിനീഷിന്റെ ഡ്യൂട്ടി സമയം എങ്ങനെയാണ്? 3 to 12 ആണ് എന്റെ ഡ്യൂട്ടി. അതായത് ആഫ്റ്റർനൂൺ 3 to night 12 അല്ലേ? ഓക്കെ. അപ്പോൾ സ്വാഭാവികമായും വിനീഷിന്റെ ഈ ഒരു ചോദ്യത്തിൽ തന്നെ അതിനുള്ള മറുപടിയും ഉണ്ട്. കാരണം രാവിലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പകലുറക്കമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും രാത്രിയിലുള്ള ഉറക്കത്തിനെ അത് തീർച്ചയായിട്ടും ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ രണ്ടാമത്, ഇപ്പോൾ സ്ഥിരമായിട്ട് 3 മുതൽ 12 മണി വരെ ശരീരം ശീലിച്ചു പോയ ഈ ഒരു ഡ്യൂട്ടി സമയം ഉള്ള സ്ഥിതിക്ക് ആഴ്ചയിൽ 1-2 ദിവസം അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നാം രാത്രിയിൽ ശരി 10 മണിക്ക് നേരത്തെ കിടന്നേക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത്ര അത് സാധിച്ചുകൊള്ളണം എന്നില്ല. എന്നാൽ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഉറക്ക ശുചിത്വത്തിന്റെ സ്ലീപ്പ് ഹൈജീനുള്ള മാർഗങ്ങൾ ഒന്ന് വിനീഷ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒന്ന്, ഈ പറഞ്ഞ പോലെ വിനീഷ് തന്നെ പറഞ്ഞു, കിടന്നു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുവെന്ന്. ഈ ഒരു സമയം എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്കറിയാം
2-3 മണിക്കൂർ ബിനീഷ് അപ്പോൾ തീർച്ചയായിട്ടും ക്ലോക്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണല്ലോ ഇത് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കശുചിത്വത്തിന്റെ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കിടപ്പറ കിടപ്പിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. ഇനി അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ രമേശ് അതിന് ചെയ്യേണ്ടത്. നമ്മൾ ഉറക്കത്തിനെ ഇതിനു വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതായത് ഉറക്കത്തിനെ നമ്മൾ ബെഡുമായിട്ട് ബന്ധപ്പെടുത്തുക, ബാക്കിയുള്ള ഒരു സംഗതിയുമായി ഉറക്കത്തിനെ ബന്ധപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് കിടക്ക എന്ന് പറയുന്നത് ഉറങ്ങാനുള്ള ഒരു സാമഗ്രി മാത്രമാക്കുക. ഒരു കാരണവശാലും ലാപ്ടോപ്പ്, ഈ പറഞ്ഞ രീതിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ കുറച്ചു കാലത്തേക്ക് കിടപ്പറയ്ക്ക് പുറത്തായിട്ട് വയ്ക്കുക. അങ്ങനെ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുവെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് ഫേസ്ബുക്ക് നോക്കിക്കൊള്ളുക. അതിനേക്കാളും നല്ല ഒരു ഇത് ഇപ്പോൾ ഷാർജ പുസ്തകോത്സവം എല്ലാം കഴിഞ്ഞ ഒരു സമയമാണ്. നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ കുറച്ച് കയ്യിൽ വാങ്ങിച്ചു വയ്ക്കുക. വായനാശീലത്തിനുള്ള ഒരു കാരണവും കൂടെ ഉറക്കക്കുറവ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഉറക്കം വരുന്നത് വരെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെ പുസ്തകം ഒന്ന് വായിച്ച് ഉറക്കം വരുമ്പോൾ തിരികെ ബെഡിൽ വന്ന് കിടക്കുക. പിന്നെ ബെഡ്റൂമിൽ കിടക്കയിൽ നിന്ന് നോക്കുന്ന സ്ഥാനത്ത് കാണാവുന്ന സ്ഥലത്താണ് ക്ലോക്ക് വച്ചിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അതെടുത്ത് മാറ്റുക. കാരണം ഇപ്പോഴാണ് നമ്മൾ പലപ്പോഴും മിനിറ്റുകൾ എണ്ണി ഉറക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രാത്രിയിൽ 12 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കമ്പനിയിലോ മറ്റോ സംസാരിച്ചിട്ടാണെങ്കിലും രാത്രിയിലെ അത്താഴം ഒരല്പം നേരത്തെ ആക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഒരു സാധ്യത അതിനുണ്ടെങ്കിൽ ജോലി തിരക്കിനിടയ്ക്കാണെങ്കിലും 10 മിനിറ്റ് സമയം ഭക്ഷണത്തിനായിട്ട് നേരത്തെ ഒരുക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മാനസിക സംഘർഷവും അതുപോലെ ഉറക്കത്തിന്റെ ക്വാളിറ്റിയും എല്ലാം കൂട്ടാൻ യോഗ, അതേപോലെയുള്ള പ്രാണായാമങ്ങൾ, ഇങ്ങനെയുള്ള ശ്വസന പ്രക്രിയകളും എല്ലാം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടും വേണ്ട രീതിയിൽ ഉറക്കം വരുന്നില്ലെങ്കിൽ ആയുർവേദത്തിലെ ധാരയടക്കമുള്ള നല്ല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്. ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചറുണ്ട്. ഇനി ഞാൻ നേരത്തെ 1-2 മാർഗങ്ങൾ പറഞ്ഞു. കാലിന്റെ അടിയിൽ വെണ്ണ പുരട്ടി ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യുന്നത്, രാത്രിയിൽ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, തേൻ അല്പം ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത്, ഇതെല്ലാം ഉറക്കക്കുറവിനെ തടഞ്ഞു നിർത്താനായിട്ട് സഹായകമാകും. എന്നിട്ടും വേണ്ട രീതിയിൽ ഫലം കാണുന്നില്ലെങ്കിൽ നേരിട്ട് ഒരു നല്ലൊരു ഡോക്ടറെ സന്ദർശിക്കുക. പരമ്പരാഗത മാർഗങ്ങളിലൂടെ എങ്ങനെ ഉറക്കക്കുറവിനെ പരിഹരിക്കാമെന്ന വേണ്ട മാർഗനിർദ്ദേശം തീർച്ചയായിട്ടും വിനീഷിന് അവർക്ക് നൽകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വിനീഷ്. അപ്പോൾ അതിന് മുമ്പ് ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, നമ്മളെ കിടപ്പുമുറിയിൽ നിന്ന് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം വായിക്കുക, അതിന്റെ കൂടെ തന്നെ ഈ സംഗീതം ഇഷ്ടമാവുന്നവർക്ക് ചെറിയ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ. തീർച്ചയായിട്ടും ഇത് ഞാനും സംഗീതത്തിന്റെ ഒരു ആരാധകനാണ്. അപ്പോൾ സംഗീതം എന്നുള്ളത് ശുദ്ധ സംഗീതത്തിന്റെ അത്രയും ഉറക്കത്തിന്റെ ആന്തോളനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിവുള്ള മറ്റൊരു ഉപാധിയില്ല എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അത് സംഗീതം എന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗീതം എങ്കിൽ തന്നെ തട്ടുപൊളിപ്പൻ സംഗീതങ്ങൾ, ഞാൻ വിദേശ സംഗീതത്തെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, എന്നാൽ തന്നെ ഉറക്കത്തിനായിട്ട് എപ്പോഴും നമുക്കറിയാം കിഷോർ കുമാർ കി യാദ് ഭരേ തക്മേ, അതുമല്ലെങ്കിൽ മുകേഷ് ദാദയുടെ ഗാനങ്ങൾ, ഇങ്ങനെയുള്ള ഗാനങ്ങളാകാം. അതുമല്ലെങ്കിൽ പഴയ യേശുദാസിന്റെ ഗാനങ്ങളാകാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. ചിലർക്ക് ഈ വോയിസ് വരുമ്പോൾ അത് അത്രയ്ക്ക് ചിലർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രുമെന്റൽസ് നമുക്കറിയാം പല കമ്പനികളും ഉറക്കത്തിന് വേണ്ടി തന്നെ, ഇൻസോംനിയയ്ക്ക് വേണ്ടി തന്നെയുള്ള പ്രത്യേക സീഡികളും മറ്റും ഇറക്കിയിട്ടുണ്ട്. ബ്രെയിൻ പോളറൈസേഷൻ മ്യൂസിക്കുകളുണ്ട്. ഇതെല്ലാം തന്നെ. അപ്പോൾ റിലാക്സേഷൻ ബട്ടൺ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ റിലാക്സേഷൻ ബട്ടൺ എന്നുള്ളത്? അപ്പോൾ സംഗീതം അത് തീർച്ചയായിട്ടും നല്ലൊരു ഉപാധിയാണ്. മാത്രമല്ല ഈ മേഖലയിലും ഇന്ന് സംഗീത ചികിത്സ, അതുമല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി ഉറക്കക്കുറവിന് വളരെ ഫലപ്രദമാണ് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സംഗീതവും നല്ലൊരു ഉപാധിയാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് പൂർത്തിയാവുന്നു. ഏതായാലും ഈ ഉറക്കക്കുറവ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ തീർക്കാൻ സാധിക്കില്ല. കാരണം ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഇനി വരുന്നുണ്ട്. ഒപ്പം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് കടന്നു പോകുന്നത് ഈ ഒരു ഉറക്കക്കുറവ് മൂലം. ഒപ്പം തന്നെ അതിന്റെ റെമഡീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതൊക്കെ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്ന ഉറക്കക്കുറവായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, റെമഡീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ
എനിക്ക് തോന്നുന്നു വരുന്ന എപ്പിസോഡിലേക്ക് നമുക്ക് തൽക്കാലം മാറ്റി നിർത്തേണ്ടി വരികയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ ഇത്രയും തിരക്ക് പിടിച്ച സമയത്തും ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ നന്ദി. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ തുടർച്ചയെന്നോണം ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ടാവും, കൂടെ ഉണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകരും എന്ന വിശ്വാസത്തിൽ ഇന്നേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.